ആദ്യമായി ബദറിൽ നടന്നത് ദ്വന്ദ്വയുദ്ധമാണ്. യുദ്ധത്തിന് പ്രത്യേക നിയമങ്ങളുണ്ട്. യുദ്ധത്തിന് പ്രത്യേകമാകുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ യുദ്ധം ചെയ്യാൻ അനുവാദമുള്ളൂ. ബദറിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിലേക്ക് വരുന്ന സ്വഹാബാക്കളോട് പറയുകയാണ്, ഓ സ്വഹാബ, നമ്മളുടെ മുന്നിൽ വൃദ്ധന്മാരുണ്ട്, അവരെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. സ്ത്രീകളുണ്ട്, അവരെ ഉപദ്രവിക്കരുത്. വൃക്ഷങ്ങളുണ്ട്, അത് മുറിച്ച് കളയരുത്. കുഞ്ഞു കുട്ടികളുണ്ട്, അവരെ ഒന്നും ചെയ്യാൻ പാടില്ല, അവരെ ഉപദ്രവിക്കാൻ പാടില്ല. ഇതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് പോകുന്ന സ്വഹാബാക്കളുടെ മുന്നിലേക്ക് വെക്കുന്ന നിർദ്ദേശം. എന്തൊരു ഉപദേശമാണ്! ലോകം മുഴുവനും വീക്ഷിക്കേണ്ട, അനുസരിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഉപദേശമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അങ്ങനെ ആദ്യമായി ബദറിൽ നടന്നത് ദ്വന്ദ്വയുദ്ധമാണ്. അതാ ഉത്തുബത്തും ശൈബത്തും വലീദും ഇറങ്ങി വരികയാണ്. അവരുടെ കൂടാരങ്ങളിൽ നിന്നും ഉത്തുബത്തും ശൈബത്തും വലീദും ഇറങ്ങി വന്നിട്ട് പറയുന്നു, ഓ മുഹമ്മദേ, നിന്റെ കൂട്ടത്തിൽ ധൈര്യശാലികളില്ലേ? ഞങ്ങളുടെ കൂടെ കളിച്ചു വളർന്ന ആളുകളില്ലേ? അവരെ പറഞ്ഞു വിടൂ, ധൈര്യം ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവർ വെല്ലുവിളിക്കുകയാണ്. അപ്പോഴാണ് അൻസ്വാരികളിൽപ്പെട്ട ആളുകൾ ഇറങ്ങിച്ചെന്നപ്പോൾ ഉത്തുബത്തും ശൈബത്തും വലീദും പറയുന്നു, നിങ്ങളുമായി ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. നിങ്ങളെ അല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് മക്കയിൽ ഞങ്ങളുടെ കൂടെ നടന്ന, ഞങ്ങളോട് കളിച്ചു വളർന്ന, ഞങ്ങളെ അനുഭവിച്ചറിഞ്ഞ ആളുകളെയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, കും യാ ഹംസ, കും യാ ഉബൈദ്, കും യാ അലി. ഓ അലി, ഓ ഹംസ, ഓ ഉബൈദ്, നിങ്ങൾ ചെല്ലൂ എന്ന് പറഞ്ഞ് അതാ അവർ ഇറങ്ങുകയാണ്. അവർ സകല ധൈര്യവും സമ്പാദിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ ഉൾക്കൊണ്ട് അവരുടെ ഈമാനിന്റെ സർവ്വതും സംഭരിച്ചുകൊണ്ട് അവർ ബദറിന്റെ രണാങ്കണങ്ങളിലേക്ക് ആദ്യമായി അവർ എടുത്തു ചാടുകയാണ്. അങ്ങനെ അതാ ഉത്തുബത്തിന് എതിരെ ഉബൈദ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുകയാണ്. ശൈബത്തിനെതിരെ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുകയാണ്. വലീദിനെതിരെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ട് പടപൊരുത് തീപാറുന്ന പോരാട്ടങ്ങൾക്കൊടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകയാണ്. പൊടിപടലങ്ങളാൽ നിർമ്മിതമായ ബദറിന്റെ രണാങ്കണത്തിൽ വെച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വലീദിനെ വെട്ടി രണ്ട് തുണ്ടമാക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു ശൈബത്തിനെ വെട്ടിയതാ രണ്ട് കട്ടമാക്കുകയാണ്. ഘോരമാകുന്ന യുദ്ധങ്ങൾക്കൊടുവിൽ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് പരിക്കേൽക്കുകയും ഉബൈദ റളിയല്ലാഹു അൻഹു താഴെ വീണപ്പോൾ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ചാടി വീണ് ഉത്തുബത്തിനെ വകവരുത്തി. അങ്ങനെ 3 പേരും അവിടെ മരണപ്പെട്ടു വീണു.